ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ചരമദിനമാണ്. നമുക്കറിയാം ജൂലൈ മാസം 18-ാം തീയതി. അന്ന് വിപുലമായ പരിപാടികളോടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും ആ ദിനം ആചരിക്കുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങൾ അതാണ് ഉമ്മൻചാണ്ടി കൂടുതലായി ജനകീയമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയും കൂടെയാണ് ഉമ്മൻചാണ്ടി നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റികളും നേതൃത്വം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഏതെങ്കിലും പ്രചാരണമോ അല്ലെങ്കിൽ പ്രക്ഷോഭമോ ആലോചിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ മഴക്കാലായതുകൊണ്ട് സമര പരിപാടികളെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. KPCC ഭാരവാഹികളുടെയും DC പ്രസിഡന്റുമാരുടെയും യോഗം 2-ാം തീയതി ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ പൊതുവായ ഗൈഡ്ലൈൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് ആലോചിക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ശക്തമാക്കാൻ മുന്നണിയൊക്കെ ശക്തമാക്കാൻ വിപുലീകരണമൊക്കെ ആലോചിക്കുന്നുണ്ടോ? മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണല്ലോ നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. ആ പ്രോസസ് ഇനിയും തുടരും. മുന്നണിയുടെ UDFന്റെ ജനകീയ അടിത്തറ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ചോദിച്ചതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ LDF ഇപ്പോഴേ തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. വാർഡ് വിഭജനം അശാസ്ത്രീയമാക്കി. വാർഡ് വിഭജനത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തി അശാസ്ത്രീയമായിട്ടാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ടാമത്തെ പ്രകടമായിട്ടുള്ള പക്ഷപാതവും അനീതിയും വാർഡിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാരുടെ എണ്ണം ഗ്രാമപഞ്ചായത്തിൽ 1300, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും 1100. ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ത്രിതല വോട്ടർമാരാണ്. അവർ 3 വോട്ട് ചെയ്യണം. ഗ്രാമത്തിൽ വോട്ട് ചെയ്യണം, വിഷ്ണുവിന് വോട്ട് ചെയ്യണം, സണ്ണിയോസിന് വോട്ട് ചെയ്യണം, ഷാഫിക്ക് വോട്ട് ചെയ്യണം. 3 സ്ഥാനാർത്ഥികൾക്ക് അവർ വോട്ട് ചെയ്യണം. അവിടെ 1300 പേർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ. വേറെ അസംബ്ലിയിൽ അത് 1100. അസംബ്ലിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം 1100. 3 വോട്ട് ചെയ്യേണ്ട, 1 വോട്ട് ചെയ്യേണ്ട അസംബ്ലിയിൽ അത് നിലമ്പൂർ അത് 1100. 3 വോട്ട് ചെയ്യേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 1300 ആക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം. 1300 പേര് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും ചെറിയ കുട്ടികൾ ഉൾപ്പെടുത്തി വെളുത്തുകൊണ്ടിരുന്ന സ്ത്രീകളുണ്ട്. അവർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം. അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളതിൽ കർശനമായിട്ട് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം കുറച്ചുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കണം. ജനകീയ അടിത്തറ വികസനപ്പെടുത്തുമെന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് പറയുന്നത് സന്തുഷ്ടരാണ് അവിടെ. ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല, ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല. ജനങ്ങളെയാണ്. നിലമ്പൂരിൽ എന്താ അവരാരും കൊണ്ടായിട്ടാണോ? ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞു. ശേഷം അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങളും LDFിലാണെന്ന് പറയുമ്പോഴും ഈ UDFിലും ഉണ്ടല്ലോ ഈ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ. അതൊരു ഇതിന്റെ ഗ്രേസിനെ ബാധിച്ചിട്ടില്ല ഈ വിജയത്തിന്റെ? ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, പ്രവർത്തകർക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ റെക്കോർഡ് ചെയ്തത്. LDFിനകത്ത് ഈ ആശയക്കുഴപ്പമൊക്കെ അപ്പം അവിടെയുള്ള അസംതൃപ്തരായ രാഷ്ട്രീയ പാർട്ടികളെ UDFിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള നീക്കമുണ്ടോ? LDFന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുന്ന ആർക്കും വ്യക്തവും ശക്തവുമായ നിലപാടെടുക്കാം. തക്ക സമയത്ത് ഉചിതമായ നിലപാടെടുക്കാം. ഇതൊരു വലിയ ഭൂരിപക്ഷമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ കിട്ടിയത്, ചെറുതല്ല. കാരണം നമുക്കതിനെ കൃത്യമായിട്ട് അറിയാം. ആര്യാടൻ പോലെ അവിടെ വിജയിച്ചിട്ടുള്ളത് 6000-4000 വോട്ടിനൊക്കെയാണ്. പിന്നെയും അൻവർ ഉണ്ടായിരുന്നെങ്കിൽ വലിയ വിജയമാകുമായിരുന്നു എന്ന് പറയുന്നതിനകത്തൊരു അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല. മേജറും ക്യാപ്റ്റനും ഒക്കെയാണ് പലരും. എന്താണ് പ്രസിഡന്റിന്റെ പദവി? ഐ എം എ സോൾജിയർ.